നമസ്കാരം, എല്ലാവർക്കും JP ടോക്സിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബിക്കാനീറിൽ ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ മോദി അല്പത്തരത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്പോൾ തന്റെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തമല്ല, മറിച്ച് ചുടു സിന്ദൂരമാണ് എന്നാണ്. യാതൊരു ഔചിത്യവും ലജ്ജയുമില്ലാതെ പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട യുവതികളുടെ നെറ്റിയിലെ മാഞ്ഞ സിന്ദൂരം പോലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള മോദിയുടെ തരംതാണ നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹം മോദിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ രാജസ്ഥാനിൽ വെച്ച് മോദി പറയുന്നത് കേട്ടുകൊള്ളൂ. മോദി की नसों में लहू नहीं गरम सिंदूर बह रहा है. ഇപ്പോൾ തന്റെ സിരകളിലൂടെ ഒഴുകുന്നത് രക്തമല്ല, മറിച്ച് ചുടു സിന്ദൂരമാണ്. അത് കേട്ട് വളരെയേറെ ആളുകൾക്ക് അസ്വസ്ഥത ഉളവായി എന്നുള്ളത് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അവിടെ കൂടിയിരിക്കുന്ന വളരെയേറെ മന്ദഭക്തർ ഇതിൽ കോൾമയിർ കൊണ്ട് മോദി മോദി വിളികളോടെയാണ് ആത്മനിർവൃതി കൊള്ളുന്നത്. സമൂഹത്തിന്റെ വിവിധ രംഗങ്ങളിൽ നിന്നും ഇതിനെതിരെ വളരെയേറെ പ്രതികരണങ്ങളാണ് ഉയരുന്നത്. പക്ഷെ ഇതൊന്നും മന്ദഭക്തരെ തെല്ലും ബാധിക്കുകയില്ല എന്നും ഇതിന്റെ അനൗചിത്യവും അല്പത്തരവും അവർക്ക് മാസ്റ്റർ സ്ട്രോക്കായി മാത്രമേ തോന്നുകയുള്ളൂ എന്നതുമാണ് വാസ്തവം. മോദിയുടെ ഈ നാണംകെട്ട നാടകത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത വീഡിയോയുടെ ഏതാനും ഭാഗങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. पाकिस्तान की तरफ से जब ये कहा गया कि उसकी ओर से आगे कोई आतंकी गतिविधि और सैन्य दुस्साहस नहीं दिखाया जाएगा, तो भारत ने भी उस पर विचार किया. പാകിസ്ഥാൻ ഇനി അവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും സൈനിക നടപടികളും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയും വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. മോദി പൊള്ളയായ പ്രസംഗങ്ങൾ നൽകുന്നത് നിർത്തൂ, എനിക്ക് ഉത്തരം നൽകൂ. തീവ്രവാദത്തിനെ കുറിച്ച് പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ചത്? എന്തുകൊണ്ടാണ് ട്രംപിന്റെ മുൻപിൽ തലകുനിച്ച് നിങ്ങൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചത്? എന്തുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമായി നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നത്? താങ്കൾ ഇന്ത്യയുടെ അഭിമാനം പണയം വെച്ചിരിക്കുകയാണ്. വളരെ ഗൗരവകരമായ ചോദ്യങ്ങളാണ് ഇവ. മോദി പറഞ്ഞത് പാകിസ്ഥാൻ ഇനി തീവ്രവാദ ആക്രമണം ഒന്നും നടത്തുകയില്ല, സൈനിക നടപടികൾ എടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യയും അതിനെക്കുറിച്ച് ചിന്തിച്ച് വെടിനിർത്തലിന് തയ്യാറായത് എന്നാണ്. എന്നാൽ ട്രംപ് പറഞ്ഞത് ട്രേഡിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ട്രംപ് നടപ്പിലാക്കിയത് എന്നാണ്. ഇത് അമേരിക്കയിൽ വെച്ച് മാത്രമല്ല, പല ഗൾഫ് രാജ്യങ്ങളിൽ വെച്ചും ട്രംപ് പറയുകയുണ്ടായി. ഇതുവരെ 7 പ്രാവശ്യമാണ് ട്രംപ് ഇത് ആവർത്തിച്ചത്. അതുപോലെ വെടിനിർത്തലിന്റെ കാര്യം ആദ്യം ലോകം അറിയുന്നത് ട്രംപിൽ നിന്നാണ്, അല്ലാതെ ഇന്ത്യയിൽ നിന്നല്ല. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനുമായി വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതുവഴി ട്രംപിന് മുന്നിൽ മുട്ടുകുത്തി ഇന്ത്യയുടെ താല്പര്യം, ഇന്ത്യയുടെ മാനം ബലി കഴിക്കുകയല്ലേ ചെയ്തത്. ലോകരാഷ്ട്രങ്ങളുടെ ഒന്നും പിന്തുണ നമുക്ക് ലഭിച്ചില്ല. അതിനാൽ ലോകരാഷ്ട്രങ്ങളെ ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി 7 ഡെലിഗേഷൻ രൂപീകരിച്ച് ലോകമൊട്ടുക്കും തെണ്ടേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവർ ഇങ്ങനെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി രാജ്യത്തിന്റെ പണം ദൂർത്തടിക്കാം എന്നല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകുമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. पूरी दुनिया में पाकिस्तान की पोल खोलने के लिए हमारे देश के 7 अलग अलग प्रतिनिधिमंडल पूरे विश्व भर में पहुंच रहे हैं और इसमें देश के सभी राजनीतिक दलों के लोग हैं, विदेश नीति के जानकार हैं, गणमान्य नागरिक हैं. अब पाकिस्तान का असली चेहरा पूरी दुनिया को दिखाया जाएगा. ഇതുവരെ ഒരു സർവകക്ഷി യോഗത്തിലും മോദി പങ്കെടുത്തിട്ടില്ല. ഇതുവരെ പാർലമെന്റ് വിളിച്ചുകൂട്ടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ ജനങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അതിനു പകരം ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതിനു വേണ്ടി നാണമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നാടകം കളിക്കുക മാത്രമാണ് മോദി ചെയ്യുന്നത്. വിവേകമുള്ള എല്ലാ ആളുകൾക്കും ഇത് വ്യക്തമാകും. ചരിത്രകാരനായ അശോക് കുമാർ പാണ്ഡെ മോദിയുടെ ഈ നാണംകെട്ട പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ്: രക്തം വരെ ഇടയ്ക്കിടയ്ക്ക് മാറും,
ചിലപ്പോൾ പണമായി, ചിലപ്പോൾ സിന്ദൂരമായി. 2014 തന്റെ സിരകളിലൂടെ പണമാണ് പ്രവഹിക്കുന്നത് എന്ന് പറഞ്ഞ് മോദി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗം പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് കുറിച്ചത്. मेरी ये इंप्रेशन है क्योंकि बीइंग ए गुजराती, मेरे ब्लड में कॉमर्स है, मेरे ब्लड में मनी होता है और इससे मुझे इन चीजों को समझना बहुत स्वाभाविक होता है. അതുപോലെ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ഇതിനെ തുടർന്ന് 4 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് ബിക്കാനീറിലെ പരിപാടിയിൽ കാണിച്ചതുപോലെ വീമ്പ് പറയുന്ന ശബ്ദങ്ങളും പൊള്ളയായ സിനിമാ ഡയലോഗും പൊതുറാലികളിൽ വിളിച്ചു പറയാതെ അദ്ദേഹത്തിനോട് ചോദിച്ചിരിക്കുന്ന സീരിയസ് ആയ ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണം. 1. എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിക്രൂരമായ കൊലപാതകം നടത്തിയ തീവ്രവാദികൾ സ്വതന്ത്രരായി വിഹരിക്കുന്നത്? ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിനു മുൻപ് പൂഞ്ചിലും ഗഗാംഗീറിലും ഗുൽമാർഗിലും കഴിഞ്ഞ 18 മാസത്തിനിടെയുണ്ടായ 3 തീവ്രവാദ ആക്രമണങ്ങളുടെ ഉത്തരവാദികൾ ഇവരാണ് എന്നാണ് അറിയുന്നത്. 2. എന്തുകൊണ്ടാണ് ഇതുവരെയും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു സർവകക്ഷി യോഗം കൂടാത്തതും പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിൽ എടുക്കാത്തതും? 3. 1994 ഫെബ്രുവരി 22 ഏകകണ്ഠമായി പാസാക്കിയ റെസൊല്യൂഷൻ ഊന്നി പറയുന്നതിനും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ചൈനയും പാകിസ്ഥാനുമായി ഉണ്ടായ ആഴത്തിലുള്ള സഹകരണത്തിന്റെ വെളിച്ചത്തിൽ അത് പുനരവലോകനം ചെയ്യുന്നതിനുമായി പാർലമെന്റിന്റെ ഒരു സ്പെഷ്യൽ സെഷൻ വിളിക്കാത്തത് എന്തുകൊണ്ട്? 4. വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയുമാണ് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കഴിഞ്ഞ 2 ആഴ്ചകളായി അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങൾക്കെതിരെ യാതൊരു കുലുക്കവുമില്ലാതെ സൈലന്റായി ഇരിക്കുന്നത്. നരേന്ദ്രമോദി ഇതുവരെയും ട്രംപ് പറഞ്ഞത് തെറ്റാണ് എന്ന് പരസ്യമായി പറയാനോ അവരോട് പ്രതിഷേധം രേഖപ്പെടുത്താനോ വിശദീകരണം ചോദിക്കാനോ തയ്യാറായിട്ടില്ല, ധൈര്യപ്പെട്ടിട്ടുമില്ല. താനാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത് എന്ന് ട്രംപ് ലോകം മൊത്തം തെരുതെരെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇന്ത്യയുടെ മാനമാണ് ഇതുവഴി നഷ്ടപ്പെട്ടത്. ഇതുവരെയും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു 3-ാം കക്ഷിയെ ഇടപെടാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. എന്നാൽ മോദി വീണ്ടും ഇക്കാര്യങ്ങളിലൊക്കെ മൗനം പാലിക്കുകയുള്ളൂ എന്ന് 100% ഉറപ്പാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ളത് മോദിയുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത കാര്യമാണ്. അതിനു പകരം രാജ്യമെങ്ങും നടന്ന് ഞാൻ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു, അവിടുത്തെ തീവ്രവാദികളെ ഇല്ലാതാക്കി, പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി, ഇപ്പോൾ മോദിയാണ് ഭരിക്കുന്നതെന്ന് പാകിസ്ഥാൻ മറന്നുപോയി എന്നൊക്കെ കഴമ്പില്ലാത്ത വീരവാദമടിച്ച് മന്ദഭക്തരെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കി നിർത്താൻ മാത്രമേ മോദിക്ക് അറിയുകയുള്ളൂ. അത് മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. താങ്ക് യു.